ആ സഹിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്താ സഹിച്ചേട്ടാ, നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഹിച്ചേട്ടന് എന്താണ് ഈ മാറ്റം? എന്ത് മാറ്റം? വേറേത് ചേട്ടന്റെ ഈ മുടിഞ്ഞ ചിക്കത്തരം. ഹോ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാലിച്ചായ ആണെങ്കിൽ ആ 12 പേർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സുണ്ടല്ല, സമ്മതിച്ചേ പറ്റൂ. അർത്ഥകൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന ഒരു പേരല്ലേ ഒറ്റടിക്ക് മാറ്റിയെടുത്തത്. എടാ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണ്ടേ? പിശുക്കതരം മാറ്റിയതിനു ശേഷം മുട്ടുവേദന കൂടി. പിശുക്കത്തരം മുട്ടുവേദന തമ്മിൽ എന്താ കണക്ഷൻ? ഉണ്ടല്ലോ, വാ പറഞ്ഞു തരാം. ഈ ഒരു ചായക്ക് എത്ര രൂപ? 10 രൂപ ആണല്ലോ. ഒരു മാസം 12 പേർക്ക് ഞാൻ വെറുതെ ചായ വാങ്ങിച്ചു. അപ്പൊ എത്ര രൂപയായി? അപ്പൊ 12 ഗുണം 10 120. ഓ, സതീഷ് ചേട്ടന് വന്ന മാറ്റോ. ഇനി മുതൽ മാസം തോറും 12 പേർക്ക് ഞാൻ ചായ വാങ്ങിച്ചു കൊടുത്തിരിക്കും. അങ്ങനെയെങ്കിലും പിശുക്കെന്നല്ല എന്റെ പേര് മാറി കിട്ടുമല്ലോ. പിന്നെ ഉറപ്പല്ലേ? എന്നാ വാ, നമുക്ക് നടക്കാം. നടക്കാനാ? എന്റെ പൊന്നു ചേട്ടാ, ഇതിന് കൂടെ എന്നെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല കേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഇനിയും ഉണ്ടാ? ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു കയറിയാൽ എത്ര രൂപ ചാർജ് കുറഞ്ഞു കിട്ടും? ആൾറെഡി ഒരു സ്റ്റോപ്പ് നടന്ന്, ഇനി ഒരു സ്റ്റോപ്പ് കൂടെ നടക്കുകയാണെങ്കിൽ 2 രൂപ കുറഞ്ഞു കിട്ടും. അപ്പോ അവിടുന്ന് ഞാൻ ബസ് കയറിയാൽ ഒരു മാസം എത്ര രൂപ ലാഭം കിട്ടും? 30 ഗുണം 2 60. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 120. എടാ, എന്നാ കേട്ടോ, ഞാൻ അവിടെ നിന്നാണ് ബസ് കയറുന്നത് തിരികെ വരുന്നത്. എന്നാ ഞാൻ പോട്ടെ. പണ്ടാരം മുട്ടുവേദന മാറുന്നില്ല. ഇതിനാണ് എന്നെ അവിടം തൊട്ട് ഇവിടം വരെ നടത്തിച്ചത്. എടോ സതീശ, സംശയം വേണ്ട, താനേ പിശുക്കന്റെ ബ്രാൻഡ് അംബാസിഡർ തന്നെയാ.